കക്കാടിൻ്റെ കവിതയിലേക്ക് നാം കിടക്കുന്നത് ഏതാണ്ട് 1950കളുടെ മധ്യത്തോടു കൂടിയാണ്. അതിനു മുൻപ് കവിത്രയത്തിൻ്റെ കാലത്തിന് ശേഷം മലയാളത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം ചങ്ങമ്പുഴയുടേതായിരുന്നു. അദ്ദേഹം 48-ൽ അന്തരിച്ചതിന് ശേഷവും വർഷങ്ങളോളം ചങ്ങമ്പുഴയുടെ സ്വാധീനം മലയാള കവിതയിൽ വളരെ പ്രകടം ആയിരുന്നു. ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഉള്ള മലയാള കവികൾ എണ്ണത്തിൽ അസംഖ്യം ആണ്. തീരെ അപ്രശസ്തരായ കവികളുടെ മികച്ച കവിതകൾ ആ കാലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ പ്രശസ്തരായ ആളുകളുടെ മോശം കവിതകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഭംഗിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. പക്ഷെ ചങ്ങമ്പുഴയുടെ കാലത്തിന് ശേഷം ഉള്ള നമ്മളുടെ കവികളെ പ്രധാനമായിട്ടും പഠനത്തിന് വേണ്ടി നമ്മൾ 3-4 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിക്കാറുള്ളത്. ഒന്ന്, നമുക്ക് വളരെ പരിചിതമായ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ മണ്ഡപത്തിൽപ്പെട്ട കവിതകളാണ്. ബാലാമണിയമ്മ മികച്ചൊരു ഉദാഹരണമാണ്. ഭാരതീയമായൊരു സംസ്കാരത്തിൻ്റെയും ഭക്തിഭാവത്തിൻ്റെയും അലയൊലി അവരുടെ ഏത് കവിതയിലും നമുക്കൊരു ശ്രുതി ആയി കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു കള്ളിയിലും പെടാൻ പറ്റിയില്ലെങ്കിലും, ഒരു കള്ളിയിൽ മാത്രം ഒതുങ്ങില്ലെങ്കിലും ഏറെക്കുറെ ഈ ഭക്തിഭാവത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കവിയാണ് കുഞ്ഞിരാമൻ നായർ. പിന്നെ ഭക്തിയുടെ മണ്ഡപത്തിൽ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത കവി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓട്ടുപുണ്യം ഭൂരിപ്പാടാണ്. ആ കാലത്ത് തന്നെ ധാരാളം കവിത എഴുതിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഭക്തിയുടെ മണ്ഡപത്തിൽപ്പെട്ട ഒരു വിഭാഗം കണ്ടെത്തുന്നു. മറ്റൊന്ന് ഹാസ്യത്തിൻ്റെ മണ്ഡപം ആണ്. വാസ്തവത്തിൽ മലയാളത്തിൽ ഹാസ്യം തുടങ്ങുന്നത് ചങ്ങമ്പുഴയ്ക്ക് ശേഷമുള്ള ഈ കവിതകളിൽ നിന്നാണ്. അതിന് മുമ്പ് വരെ നമുക്ക് പരിഹാസം ഉണ്ടായിരുന്നു. നമ്മളുടെ പല കവിതകളിലും പരിഹാസം ആണ്. പക്ഷേ ഈ പരിഹാസവും ഹാസ്യവും അടിസ്ഥാനപരമായി വ്യത്യസ്തങ്ങളായിട്ടുള്ള വികാരങ്ങളാണ്. പരിഹാസത്തിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു ദ്രോഹവാസനയുണ്ട്. മറ്റൊരുത്തനെ വേദനിപ്പിച്ച് അതിൽ നിന്ന് ആനന്ദം ഉൾക്കൊള്ളുകയാണ് പരിഹാസം എന്നുള്ളത്. നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വിക്കോ ഞൊണ്ടോ എന്തെങ്കിലും വികലാംഗനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തരം കിട്ടുമ്പോൾ മറ്റു കുട്ടികൾ അത് പറഞ്ഞാണ് അവനെ ഇൻസൾട്ട് ചെയ്യുക. കാരണം അത് കേൾക്കുമ്പോൾ ആ 5 വയസ്സുകാരന് സങ്കടം തോന്നും, ദുഃഖം തോന്നും. അവനെ ദുഃഖിപ്പിക്കുന്നതിൽ ആനന്ദിക്കുകയാണ് മറ്റവർ ചെയ്യുന്നത്. അതാണ് പരിഹാസം എന്ന്. ഈ കുട്ടികൾക്ക് ഒരു 10-25 വയസ്സ് പ്രായമായി കഴിഞ്ഞാലോ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഈ അംഗവൈകല്യത്തിൻ്റെ പേരിൽ അവനെ കളിയാക്കില്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ പരിണാമം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. മാനസികമായി കുട്ടികൾ വളർന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ വളരെ പ്രാകൃതമായൊരു വികാരമാണ് പരിഹാസം. ഹാസ്യം അതല്ല. അത് ചിലപ്പോൾ മറ്റൊരുത്തന്നെ ലക്ഷ്യമാവാം, ചിലപ്പോൾ തന്നെ നോക്കിയും ആവാം. അങ്ങനെ ഒരു ഉദാരമായ ഔന്നത്യത്തിലേക്ക് കടക്കുന്ന ഹാസ്യഭാവന ചങ്ങമ്പുഴയ്ക്ക് ശേഷമാണ് മലയാള കവിതയിൽ വന്നത്. അത് 2 പേരാണ് പ്രധാനമായിട്ടും ചെയ്തത്. ഒന്ന് എൻ.വി. കൃഷ്ണവാര്യർ, മറ്റൊരാൾ ചെമ്മനം ചാക്കോ. ഏതാണ്ട് ഇതേ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ. പക്ഷെ കൃഷ്ണവാര്യരുടെ ഹാസ്യത്തിനുള്ള ഔന്നത്യമൊന്നും ചാക്കോവിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. കുറേയും കൂടി ഡൈല്യൂട്ട് ചെയ്താണ് ഇത് ചെയ്തിരുന്നത്. കൃഷ്ണവാര്യരുടെ കവിതയെപ്പറ്റി പറയുമ്പോൾ A.P.P. നമ്പൂരി ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്പൂരിയുടെ നേരം പോക്ക് ധാരാളം വെള്ളം ചേർത്ത് വാരർക്ക് കിട്ടി. ആ വാരരുടെ നേരം പോക്കിൽ ഒരുപാട് വെള്ളം ചേർത്തിട്ടാണ് ചെമ്മനത്തിന് കിട്ടിയത് എന്ന് A.P.P. പറയുന്നുണ്ടായി. അത് ശരിയാണ് താനും. പക്ഷെ സാമൂഹ്യ വിമർശനത്തിന് സഹായകമായ മട്ടിൽ ഒരുപാട് ഹാസ്യരസപ്രധാനങ്ങളായിട്ടുള്ള കവിതകൾ
പരിഹാസമല്ല, ഹാസ്യരസ പ്രധാനമായിട്ടുള്ള കവിതകൾ ചെമ്മനവും എഴുതിയിട്ടുണ്ട്. എണ്ണത്തിൽ അത് വളരെ കുറവാണ്, ഈ ഹാസ്യം വരുന്ന കവിതകൾ. മൂന്നാമത്തേതും എണ്ണത്തിൽ കൂടുതലും വരുന്നത് വിപ്ലവത്തിൻ്റെ കവിതകൾ. പക്ഷേ വിപ്ലവത്തിൻ്റെ കവിതയിൽ വരുമ്പോൾ ചങ്ങമ്പുഴയ്ക്ക് ശേഷം 4 പേരെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ടി ഭാസ്കരൻ, വയലാർ, ONV കുറുപ്പ്, തിരുനെല്ലൂർ കരുണാകരൻ. ഇവരോടൊക്കെ ഒപ്പം നിൽക്കാവുന്നതാണെങ്കിലും എന്തുകൊണ്ടോ പ്രശസ്തി കിട്ടാതെ പോയ കൊല്ലൂർ ബാലന്. ഇങ്ങനെ 4-5 കവികളാണ് ഹാസ്യത്തിൽ വിപ്ലവത്തെ പറ്റി പറയുന്നത്. പക്ഷെ വിപ്ലവത്തെ പറ്റി പറയുമ്പോൾ പോലും പ്രത്യേകിച്ച് ആദ്യകാലത്ത് ഈ കവികൾക്ക് ചങ്ങമ്പുഴയുടെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. ആ ശൈലി അതാണ്. അതുകൊണ്ടാണ് വേണമെങ്കിൽ ശത്രു സംഹാരത്തിന് ഉപയോഗിക്കാവുന്നത്, അല്ലെങ്കിൽ കൊയ്ത്ത് കൂട്ടാനുമുള്ള അരിവാളിനെ പറ്റി ONV എഴുതിയത് പൊന്നരിവാളെന്നാണ്. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്നാണ് നമ്മളുടെ വിപ്ലവഗാനം. അതേപോലെ തന്നെയാണ് സരളയാണ് അവളുടെ വിരലാണ് തളിരാണ് നള്ളി അരിവാളിനറിയാമോ പൂമയ്യാളെ എന്നെഴുതിയത് തിരുനെല്ലൂർ കരുണാകരനാണ്. ഇതെങ്ങനെ വിപ്ലവഗാനമാവുന്നു? ചങ്ങമ്പുഴ എഴുതിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സരളയാണ് അവളുടെ വിരലാണ് തളിരാണെന്ന് അരിവാളിനറിയാമോ പൂമയ്യാളെ എന്ന് ചങ്ങമ്പുഴയുടെ സ്റ്റൈലിൽ വരുന്നൊരു വിപ്ലവം നമുക്ക് അക്കാലത്ത് കിട്ടുകയും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യൻ്റെ സാമൂഹ്യമായ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടും മനുഷ്യത്വത്തെ കേന്ദ്രമാക്കിക്കൊണ്ടും, മനുഷ്യത്വത്തെ കേന്ദ്രമാക്കുമ്പോൾ മനുഷ്യന് പരിഹാസത്തിൻ്റെ മുഖം മാത്രമല്ല, വിപ്ലവത്തിൻ്റെ മുഖം മാത്രമല്ല, യാഥാസ്ഥിതികത്വത്തിൻ്റെ മുഖം മാത്രമല്ല, ഇതെല്ലാം എല്ലാവരിലും വ്യത്യസ്തങ്ങളായ അനുവാദങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ആ മനുഷ്യ സത്തയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് പേര് കവിത എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മൾ എടശ്ശേരിയെയും അക്കിത്തത്തെയും കാണുന്നത്. അതിൻ്റെ വൈലോപ്പള്ളിയെയും എടശ്ശേരിയുടെയും വൈലോപ്പള്ളിയുടെയും കാലം കഴിഞ്ഞ് തൊട്ടടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ അക്കിത്തത്തെ കണ്ടെത്തുന്നത്. ഈ അക്കിത്തത്തിൻ്റെ സമകാലീനനായിരുന്നു NN കക്കാട്. കക്കാടിൻ്റെ തൊട്ട് പുറകെ വീണ്ടും ഏറ്റവും മൃദുലമായ വികാരങ്ങളെ സ്പർശിച്ചുകൊണ്ട് കവിതയിലേക്ക് കടന്നു പോയവരാണ് സുഗതകുമാരി. കക്കാടിനോട് രചനാ രീതിയിൽ വ്യത്യസ്തത പുലർത്തിയെങ്കിലും ആശയത്തിൽ സാധർമ്മ്യം പലപ്പോഴും പുലർത്തുന്നൊരു വ്യക്തിയാണ് വിഷ്ണുനാരായണ നമ്പൂതിരി. അങ്ങനെ ഒരുപാട് കവികളെ പറ്റി നമുക്ക് പറയാൻ പറ്റും. ഒരുപക്ഷെ മലയാള കവിതയുടെ ഏറ്റവും സമ്പന്നമായ കാലഘട്ടം എന്ന് പറയുന്നത് ചങ്ങമ്പുഴയുടെ കാലത്തിന് ശേഷം 20-ാം നൂറ്റാണ്ട് ഏതാണ്ട് ഒരു 50 കൊല്ലക്കാലത്തെ കവിതയാണ്. പിന്നീട് ഇങ്ങോട്ട് നമുക്ക് കവിത ഇല്ലാതാവുകയും ധാരാളം കവികൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളങ്ങനെയാണ്. കവിത വായിക്കുന്നവരുടെ എണ്ണം കുറയുകയും കവിത എഴുതുന്നവരുടെ എണ്ണം കൂടുകയും അസാധാരണമായി മറ്റും കൂടുകയും ചെയ്യുന്ന ഒരു ദശാസന്ധിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ദശാസന്ധിയിൽ കക്കാടിൻ്റെ കവിത ഒരുപാട് ആളുകൾക്ക് കീറാൻ പറ്റിയാണ്. കാരണം ഏറ്റവും പുരോഗമനോന്മുഖമായ ആശയം ഉന്നയിക്കാനുള്ള തീവ്ര ശ്രമത്തിനിടയിൽ പോലും അതുവരെ പറഞ്ഞു വന്നിരുന്ന ഭാഷയിൽ നിന്നും ശൈലിയിൽ നിന്നും വ്യതിരിക്തമായ ഒരു ശൈലി സ്വീകരിക്കണം എന്ന് കക്കാട് ശാഠ്യം പിടിച്ചിരുന്നു. പക്ഷെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നില്ല. കക്കാടിൻ്റെ ശലഭഗീതം എന്നുള്ള ആദ്യത്തെ കവിതാ സമാഹാരം ഒരു നല്ല കവിയുടെ അരങ്ങേറ്റം കുറിക്കുന്ന കവിതകൾ തന്നെയാണ്. ശലഭഗീതത്തിൽ ഒക്കെ നല്ല കവിതകൾ തന്നെയാണ്. പക്ഷേ ഈ ശലഭഗീതത്തിന് വലിയ അംഗീകാരം കിട്ടിയില്ല. അക്കിത്തം പിന്നീട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന ലേഖനങ്ങളുടെ കൂട്ടത്തിൽ വളരെ നേരമ്പോക്കോടുകൂടി ഒരു കാര്യം പറയുന്നു. യൂറോപ്യൻ ചിത്രകാരനായ പിക്കാസോ മനോഹരമായ പോർട്രേറ്റുകൾ ആദ്യം കുറച്ച് വരച്ചു. പക്ഷേ പോർട്രേറ്റുകൾ വരച്ചിട്ടും പിക്കാസോവിന് അന്നത്തെ രക്തപ്രതിഷ്ഠരായ പോർട്രേറ്റ് ചിത്രകാരന്മാരുടെ അടിയിലേക്ക് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടായി, വലിയ അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം ആ പോർട്രേറ്റ് രചനാ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ചിത്രകലയിലെ ഒരു വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാമെന്ന ക്യൂബിസം അവതരിപ്പിക്കുകയും അമ്മട്ടിൽ ആദ്യത്തെ നോട്ടത്തിൽ നമുക്ക് ദുർഗ്രഹമായി തോന്നുന്ന കുറേ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. അതിന് വലിയ അംഗീകാരം കിട്ടി. അങ്ങനെ പിക്കാസോ വലിയ ചിത്രകാരനായി മാറിത്തീർന്നു.
കക്കാടിനെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് എന്ന് നേരമ്പോക്കോടുകൂടി അക്കിത്തം പറയുന്നുണ്ട്. തൻ്റെ ആദ്യകാലത്തെ സാധാരണ മലയാള കവിതകൾക്ക് വലിയ അംഗീകാരം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ രൂപത്തിൽ ചിത്രകലയിൽ ക്യൂബിസം വരുത്തിയ മാറ്റം പോലെ വിപ്ലവകരമായൊരു മാറ്റം വരുത്തുകയും അതേതോ പുതിയ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ ആ രീതിയിലേക്ക് കടന്നു പോവുകയും ചെയ്തോ എന്ന് അക്കിത്തം വളരെ കാര്യമായിട്ടല്ല നേരമ്പോക്കോടുകൂടിയാണ് സത്യം പറഞ്ഞതെങ്കിലും എനിക്ക് തോന്നുന്നു അതിൽ സത്യത്തിൻ്റെ ഒരു അംശം ഉണ്ട് എന്ന്. കക്കാടിൻ്റെ കവിതയിലെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവം പഠിച്ചു വന്ന പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും മുക്തനാകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ടി.എസ്. എലിയറ്റിൻ്റെ ട്രഡീഷനെ പറ്റി, ട്രഡീഷൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ഈ ട്രഡീഷനും ഇൻഡിവിജ്വൽ ടാലൻറ്റും ഏത് വാസനാസമ്പന്നനായ കവിയുടെ മനസ്സിലും ഒരു സംഘർഷം ഉണ്ടാക്കും. പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുന്നതോ ആ പാരമ്പര്യം തൻ്റെ വൈയക്തിക ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു, സമകാലീന ജീവിതത്തോട് അത് എങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റുന്നു, ഈ ഒരു പ്രശ്നം എല്ലാ പുരോഗമന ഇച്ഛുക്കളായ എഴുത്തുകാരുടെ മനസ്സിലും വരുന്നൊരു കാര്യം ആണ്. അക്കിത്തത്തെ പോലെ തന്നെ കക്കാടും ഒരു വൈദിക കുടുംബത്തിലാണ്, തന്ത്രം പഠിപ്പിക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. കുട്ടിക്കാലത്ത് സംസ്കൃതം ആണ് അദ്ദേഹം പഠിച്ചത്. ഒരു പുരാതനമായ നമ്പൂതിരി ഇല്ലത്തിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ബാല്യകൗമാരങ്ങളിൽ അദ്ദേഹം പുലർത്തിക്കൊണ്ടിരുന്നു. അതിൽ നിന്ന് ഒരിക്കലും അത് പലതും വിഡ്ഢിതാണ് എന്ന് ബോധമുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും പൂർണ്ണമായി കക്കാടിനൊരിക്കലും വിട്ടുപോകാൻ പറ്റിയിട്ടില്ല. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിഴൽ പോലെയാണ്. അത് ചിലപ്പോൾ നമ്മളുടെ മുമ്പിലാവും, ചിലപ്പോൾ നമ്മളുടെ പിന്നിലാവും, ചിലപ്പോൾ നമ്മളുടെ കാൽച്ചുവട്ടിലാവും. പക്ഷെ നിഴലിൽ നിന്ന് നമുക്ക് മോചനമില്ല എന്നുള്ളതാണ്. നമ്മളെവിടെ പോയാലും നമ്മുടെ ഒപ്പം ആ നിഴലുണ്ട് എന്നത്. അതേപോലെ തന്നെയാണ് പാരമ്പര്യവും. നമ്മളുടെ കുടുംബ പാരമ്പര്യം എന്നുള്ളത് ഓരോ വ്യക്തിയും അവനറിയാതെ തൻ്റെ ചുമലിൽ കൊണ്ടു നടക്കുന്ന ഒരു പ്രതിഭാസം ആണ്. ആ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ പാരമ്പര്യത്തിന് വിരുദ്ധമായ വിപ്ലവപരമായ ആശയങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യാനുള്ള ഒരു സംഘർഷം കക്കാടിൻ്റെ കവിതകളിൽ പലതിലും നമ്മൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഈ സംഘർഷം അദ്ദേഹം ആവിഷ്കരിക്കുന്നത് പരിചയിച്ചു പോയ ഗ്രാമവും പരിചയപ്പെടാൻ ബുദ്ധിമുട്ടുള്ള നഗര സംസ്കൃതിയും ആണ്. ഒരു കാർഷിക സംസ്കാരവും ഒരു യന്ത്ര സംസ്കാരവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭിന്ന തലങ്ങളാണ് കക്കാട് തൻ്റെ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഗ്രാമത്തിൻ്റെ സൗഭാഗ്യം, അതിനെപ്പറ്റി പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കക്കാടിന് ദുഃഖമുണ്ട്, നിസ്സഹായമായ ദുഃഖം ഉണ്ട്. പക്ഷെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല, കാലം ഇത് വകഞ്ഞു മാറ്റും എന്നുള്ളത് ചരിത്രത്തിൻ്റെ നിർദാക്ഷിണ്യമായ നീതിയാണ് എന്ന് കക്കാടിനറിയാം. അതുകൊണ്ട് ഈ തൻ്റെ വേദനകളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വരുന്ന പുതിയ സൗഭാഗ്യങ്ങളെ, നഗരങ്ങളെ എങ്ങനെ സ്വാംശീകരിക്കാൻ പറ്റുന്നു, ഈ നഗരങ്ങളുടെ മാലിന്യങ്ങൾക്ക് മുകളിൽ എങ്ങനെ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുടെ കുളിർമ പകരാൻ സാധിക്കുന്നു എന്നുള്ള വ്യർത്ഥം എന്ന് പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ ബോധ്യമുള്ള അന്വേഷണം ആണ് കക്കാടിൻ്റെ കവിതയിൽ നമ്മൾ കണ്ടെത്തുന്നത്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മരണത്തെ അഭിമുഖമായി കണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയ പ്രശസ്തമായ കവിതയാണ് സഫലമീ യാത്ര എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ 1963 പോലെയോ അതുപോലുള്ള മറ്റ് കവിതകളുടെ ശൈലിയിൽ നിന്ന് ഇതാ ആശ്രമബന്ധം, കൊല്ല് തുടങ്ങിയ പല കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തൻ്റെ മനസ്സിൽ ഈ പഴയ സംസ്കാരത്തിൻ്റെ വേരുകൾ ആഞ്ഞു പതിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കക്കാട് നിഷേധിക്കുന്നേയില്ല. അത്തരം സംഘർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വൈയക്തികമായൊരു ജീവിതാനുഭവം ആണ് സഫലമീ യാത്ര എന്നുള്ള പ്രസിദ്ധമായ കവിതയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ഈ കവിതയ്ക്ക് ഒരാമുഖക്കുറിപ്പ് എം ബഷീറുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ കക്കാട് രേഖപ്പെടുത്തുന്നുണ്ട്. കക്കാട് ഈ സഫലമീ യാത്ര എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അധികകാലമൊന്നും ജീവിക്കുകയുണ്ടായില്ല. ആ ഇടയ്ക്ക് ബഷീറുമായിട്ട് സ്വന്തം കവിതയെപ്പറ്റി, എം ബഷീറുമായിട്ട് സ്വന്തം കവിതയെപ്പറ്റി കക്കാട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ സഫലമീ യാത്രയെപ്പറ്റിയും അദ്ദേഹം പറയുന്നു. ആ സഫലമീ യാത്രയെപ്പറ്റി പറഞ്ഞപ്പോൾ കക്കാട് പറഞ്ഞ വാക്കുകൾ ഇതാണ്. പിന്നീട് ഇത് കക്കാടിൻ്റെ കവിത എന്നുള്ള ചെറിയ ബുക്കിലേറ്റിൽ എം.ആർ. രാഘവാര്യർ ഉദ്ധരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ആ ഭാഗം പകർത്തി കൊണ്ടുവന്നിട്ടുള്ളത്, വായിക്കാം. കക്കാട് പറയുന്ന വാക്കുകൾ:
മാരകമായ ഒരു രോഗത്തിൻ്റെ പിടിയിലാണ് ഞാൻ എന്ന ബോധം കുറച്ചു കാലത്തേക്ക് എന്നെ ആകെ തളർത്തിക്കളയുകയുണ്ടായി. തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചാണ് അദ്ദേഹം മരിച്ചത്. അതാണ്, മാരകമായ ഒരു രോഗത്തിൻ്റെ പിടിയിലാണ് ഞാൻ എന്ന ബോധം കുറച്ചു കാലത്തേക്ക് എന്നെ ആകെ തളർത്തിക്കളയുകയുണ്ടായി. മുന്നിൽ ഒരു കറുത്ത ശൂന്യത സ്പഷ്ടമായി കണ്ടു. 4 അടി നടന്നാൽ അവിടെ എത്തും എന്ന് തോന്നാവുന്നത്ര അടുത്തായിരുന്നു അത്. പിന്നെ പതുക്കെ ആ അസ്വസ്ഥത മാറുകയും സ്വാഭാവികമായ ആ അന്ത്യത്തെ ഭീതിയും ഉത്കണ്ഠയും കൂടാതെ മനസ്സിൽ കാണാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് നമ്മളുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. ചിലർക്ക് കുറച്ച് ദൂരെയാണ്, ചിലർക്ക് കുറച്ച് അടുത്താണ് എന്നുള്ളതേ ഉള്ളൂ ഈ കറുത്ത തിരശ്ശീലയാകുന്ന മരണം. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള ഋഷിതുല്യമായ ഒരു ജ്ഞാനത്തിലേക്ക് കക്കാട് കടന്നു വരികയാണ്. ആ അന്ത്യത്തെ ഭീതിയും ഉത്കണ്ഠയും കൂടാതെ മനസ്സിൽ കാണാൻ കഴിയുകയും ചെയ്തു. ഇതെൻ്റെ കൂടെ പല രൂപത്തിലുണ്ടായിരുന്നതല്ലേ എന്നുള്ളതാണ്. ഇതിലെ കവിതാ പാരമ്പര്യമാണ് ആ വരി. ഇതെൻ്റെ കൂടെ പല രൂപത്തിലുണ്ടായിരുന്നതല്ലേ. മരണ ദിവസവും ശിരസ്സിലേന്തി ആണ് ഭൂമിയിൽ ആളുകൾ ജനിക്കുന്നത് എന്ന് നമ്മളുടെ പഴയൊരു കീർത്തനം ആണ്. ജനിക്കുമ്പോൾ തന്നെ മരണം ഇന്ന ദിവസമാണ് എന്നുള്ളത് ശിരസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ മരണദിനവും ശിരസ്സിലേന്തി ധരണിയിൽ മനുഷ്യർ ജനിക്കുന്നു എന്നുള്ളത് നമ്മളുടെ പഴയൊരു കീർത്തനമാണ്. ഇതെൻ്റെ കൂടെ പല രൂപത്തിലുണ്ടായിരുന്നതല്ലേ. പതുക്കെ അതൊരു പ്രാപ്യസ്ഥാനമായി അനുഭവപ്പെട്ടു. കൃത്യമായ രോഗനിർണയത്തിന് 8 മാസം മുൻപായിരുന്നു അത്. ഒരു ഭാവഭേദവും കൂടാതെ, ആരെയും അറിയിക്കാതെ, ഇപ്പോൾ പരിചിതമായി കഴിഞ്ഞ ആ കറുത്ത തിരശ്ശീലയ്ക്ക് മുമ്പിൽ എനിക്കായി നിർദ്ദേശിക്കപ്പെട്ട പഴയ വേഷത്തിൻ്റെ തുടർച്ചയാകാമെന്ന സ്ഥൈര്യം മനസ്സിന് കിട്ടി. ഒരുതരം നിർവൃതിയാത്മകമായ ശാന്തി എന്ന് പറഞ്ഞാൽ അത്യുക്തിയാവുമോ? അപ്പോഴാണ് കഴിഞ്ഞ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് ഊളിയിടാൻ സമയമായി എന്ന് തോന്നിയത്. ആ ദിനങ്ങൾ അത്ഭുതകരമായിരിക്കുന്നു. ഉത്കണ്ഠയില്ല, ഭീതിയില്ല, ദുഃഖമില്ല, ആഹ്ലാദമില്ല. അവാച്യമായ ഒരു പ്രശമനത്തിൻ്റെ നാളുകൾ മാത്രം. എല്ലാറ്റിനോടും, നിലാവിനോടും മഞ്ഞിനോടും കൂടി ഒരുതരം വാത്സല്യം തോന്നിയ നാളുകൾ. ഞാൻ മനസ്സുകൊണ്ട് മരണത്തെ സ്വാധീനിക്കാൻ സന്നദ്ധനായിരിക്കുന്ന ഘട്ടത്തിൽ എഴുതിയ കവിതയാണ് എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി ആ കവിതയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കവിതയുടെ ആദ്യത്തെ വരികൾ ഇവിടെ നീ വായിച്ചതാണ്. ആർദ്രമീ ധനുമാസ രാവിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ട് നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ, ഈ പഴംകൂട് ഒരു ചുമക്കടിയിടറി വീഴാം. തൻ്റെ മരണത്തിൻ്റെ മുമ്പിലാണ്. ആ വരികളുടെ കാവ്യപരമായ സൗന്ദര്യം വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കവിത തുടങ്ങുന്നത് ആർദ്രമീ ധനുമാസരാവിൽ എന്നാണ്. ആർദ്രം എന്നുള്ള വാക്കിന് നമുക്കറിയാം നനവ് ആണ്. ദേവിനും നനവ് ഉള്ള, കോപത്തിന് തീയാണെങ്കിൽ ആർദ്രതയാണ് കനിവ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ മനസ്സിനുള്ള കനിവിനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ആർദ്ര എന്ന് വെച്ചാൽ തിരുവാതിര തന്നെയാണ്. ഇവിടെ ഒരു തിരുവാതിരക്കാലത്തെ പറ്റിയാണ് പറയുന്നത്. ആ തിരുവാതിരക്കാലത്തെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ തിരുവാതിരയുടെ ആ നാമം തന്നെയാണ് ആദ്യത്തെ വാക്കിൽ ഉച്ചരിക്കുന്നത്. ആർദ്ര ദർശനത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. ആർദ്രമീ ധനുമാസരാവിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ട് നിൽക്കട്ടെ, നീ എന്നണിയത്ത് തന്നെ നിൽക്കൂ. ഒരു വാക്ക് ഉപയോഗിക്കുന്നതിനാണ്, നീ എന്നണിയത്ത് തന്നെ നിൽക്കൂ എന്നാണ്. വഞ്ചി തുഴയുമ്പോൾ അമരവും ആണ്, 2 ദിക്കിലാണ് നിൽക്കുന്നത്. അണിയത്ത് നിൽക്കുന്ന ആളാണ് അതിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്. അമരത്ത് നിൽക്കുന്ന ആൾ തുഴയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അയാൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നടത്തുക മാത്രമേ ഉള്ളൂ. അത് ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് അണിയത്ത് നിൽക്കുന്ന ആളാണ്. ഇവിടെ തൻ്റെ ഭാര്യയോടാണ് പറയുന്നത്, നമ്മളുടെ ജീവിതം എങ്ങനെ പോകണം എന്ന് നിയന്ത്രിച്ചിരുന്നത് നീയാണ്. അണിയത്ത് നിൽക്കും. ഇപ്പോഴും ഈ അവസാന നാളുകളിൽ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നിയന്ത്രിക്കാൻ വേണ്ടി നീ അണിയത്ത് നിൽക്കും എന്നാണ്. വെറുതെ ഒരു വാക്ക് ഉപയോഗിക്കുകയല്ല. തങ്ങളുടെ പൊതുജീവിതത്തെ എങ്ങനെ ഈ സ്ത്രീ നിശബ്ദം നയിച്ചുകൊണ്ട് പോയിരുന്നു, യാതൊരു ഒറ്റപ്പാടും കൂടാതെ എങ്ങനെ ഈ ജീവിതയാത്രയിൽ നമ്മളെ ഒന്നിച്ചു കൊണ്ടുപോയിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അണിയത്ത് നിൽക്കും. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പറ്റി
വൈലോപ്പള്ളി മാഷ് എഴുതിയ ഒരു കവിതയിൽ അദ്ദേഹം ഇത് പറയുന്നുണ്ട്. ഒരാളൊരു ചെറിയ വഞ്ചിയിൽ ഭാരത സമുദ്രം കടന്നു എന്നാണ് പറയുന്നത്. മഹാഭാരതം കുഞ്ഞുകുട്ടി തമ്പുരാൻ തർജ്ജമ ചെയ്താണല്ലോ. അപ്പം ഭാരത സമുദ്രം ഒരാളൊരു ചെറിയ വഞ്ചിയിൽ കടന്നു. ഈ അമരത്തിരുന്ന് തുഴയുന്ന കുഞ്ഞിക്കുട്ടനെ എനിക്കറിയാം, അണിയത്താരാണ് കാളിതാനോ എന്നാണ് ചോദിക്കുന്നത്. കൊടുങ്ങല്ലൂര് കാളി തന്നെയാണോ ഈ വഴി കൊണ്ടുപോയത് എന്ന്. ആ അണിയം അമരം എന്നുള്ള വാക്കുകളുടെ പിന്നിലുള്ള സൂചനയാണ് പ്രസിദ്ധമായിട്ടുള്ളത്. വ്രണിതമം കണ്ഠത്തിൽ ഇന്ന് നോവിന് ഇത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയു ഇരുൾ നീലിമയിൽ എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കും ഈ ഏകാന്ത താരകളെ ഞാനൊട്ട് കാണട്ടെ. നീ തൊട്ടു നിൽക്കൂ, ഓരോ നിറം കൊണ്ട് നേരെ വളർന്നും ഓരോ രവം കൊണ്ട് രൂപമണ അറിഞ്ഞും ഓരോ മരുന്നുകളിൽ അന്തികളിഴഞ്ഞും ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുടിരു ചുഴഞ്ഞും കഴിയുമീ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി. ആതിര വരുന്നേരം ഒരുമിച്ച് കൈകൾ കോർത്തെതിരേക്കണം നമുക്കിക്കുറി വരും കൊല്ലം ആരെന്നുമെന്തെന്നും അവർക്കറിയാം. അടുത്ത കൊല്ലത്തേക്ക് ആതിര സ്വീകരിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹം പറയുന്നതാണ്, മൃഗമം കണ്ഠത്തിൽ ഇന്ന് നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയും ഇരുൾ നീലിമയിൽ. ഈ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയും ഇരുൾ നീലിമയിൽ എന്നുള്ള പദപ്രയോഗം. നിലാവിൽ എല്ലാം അസ്പഷ്ടമാണ്. ഒന്നും വളരെ സൂര്യപ്രകാശത്തിൽ തിളങ്ങി കാണുന്ന പോലെ നിലാവിൽ നമുക്കൊന്നും സ്പഷ്ടമായി കാണാൻ പറ്റില്ല. കാണാൻ സാധിക്കും, പക്ഷേ അതിൻ്റെ സൂക്ഷ്മതലങ്ങൾ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ അസ്പഷ്ടമായ ഒരു കാഴ്ചയാണ്. ഭാവിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതാണ് അസ്പഷ്ടമായ കാഴ്ചയാണ്. മരിക്കും എന്നുള്ളത് തീർച്ച, എന്നറിയില്ല. ആ തൊട്ടടുത്ത് നിൽക്കുന്ന മരണത്തെ പോലും കൃത്യമായി കാണാൻ പറ്റാതെ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയും ഇരുൾ എന്നാണ്. മരണം എന്താണ്? അനന്തതയിൽ അലിയുക എന്നുള്ളതാണ്. മരണത്തെ സംബന്ധിച്ചോളം നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, നമ്മളില്ലാതായി, അനന്തതയിൽ അലിഞ്ഞു തീരുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ മരണത്തെ സൂചിപ്പിക്കണം. പിന്നിലെ അനന്തതയിൽ അലിയും ഇരുൾ നീലിമയിൽ. ഇരുൾ എന്ന് പറഞ്ഞതിന് ശേഷം നീലിമ എന്ന് കൂടിയാണ് പദം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ അനന്തതയും നീലിമയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത്? അനന്തതയുടെ നിറം നീലയാണ്, അങ്ങനെയാണ് നമ്മളുടെ സങ്കല്പം. അനന്തതയുടെ നിറം നീലയാണ്, ആകാശത്തിൻ്റെ നിറം നീലയാണ്, അത് അനന്തമാണ്. സമുദ്രത്തിൻ്റെ നിറം നീലയാണ്, അത് അനന്തമാണ്. മഹാവിഷ്ണുവിൻ്റെ നിറം നീലയാണ്, അത് നമുക്ക് നീല നിറം അനന്തതയുടെ സൂചകം ആയിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇവിടെ ആ കാര്യം തന്നെയാണ് പറയുന്നത്. നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയും ഇരുൾ നീലിമയിൽ എന്നോ പഴകിയൊരു ഓർമ്മകൾ മാതിരി ഇന്ന് വിറയ്ക്കും ഈ ഏകാന്ത താരകളെ ഞാൻ ഒട്ട് കാണട്ടെ. ഇതെല്ലൂടെ നോക്കുമ്പോൾ മങ്ങിയ നിലാവാണ്. ആ നിലാവിൽ അതിൻ്റെ പിന്നിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നത് കാണാം. കുറേ കാലമായി ഞാൻ ഈ നക്ഷത്രങ്ങൾ കണ്ടിട്ട്, ഞാൻ അവസാനമായി ഈ നക്ഷത്രങ്ങളെ ഒന്ന് കാണട്ടെ എന്നാണ്. ഞാനൊട്ട് കാണട്ടെ, നീ തൊട്ടു നിൽക്കൂ എന്നാണ്. നീ എന്നോട് ചേർന്ന് നിൽക്കും, ഞാൻ ഈ നക്ഷത്രത്തെ ഒന്നുകൂടി കാണട്ടെ. ഇത് കക്കാടിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടാണ്. നമ്പൂതിരിമാരുടെ വേളി കഴിഞ്ഞാൽ വധുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വരൻ നടുമിറ്റത്തേക്ക് ഇറങ്ങി നിൽക്കും, അല്ലെങ്കിൽ കിഴക്കിനിയിലേക്ക് ഇറങ്ങി നിൽക്കും. എന്നിട്ട് അവർ വസിഷ്ഠ നക്ഷത്രം, സപ്തർഷികളിൽ വസിഷ്ഠനെയും അരുന്ധതിയെയും കാണണം എന്നൊരു ചടങ്ങുണ്ട്. നമ്പൂതിരിയുടെ വേളിയിലെ ഒരു ഭാഗമാണ്. കൈ കോർത്ത് പിടിച്ച് വരനും വധുവും കൈ കോർത്ത് പിടിച്ച് നടുമിറ്റത്തോ കിഴക്കേ മുറ്റത്തേക്കോ ഇറങ്ങി നിന്ന് ആകാശത്ത് നോക്കി ഈ സപ്തർഷികളുണ്ടല്ലോ, 7 നക്ഷത്രങ്ങളിങ്ങനെ 4 എണ്ണവും പിന്നെ അതിന് വാല് പോലെ 3 എണ്ണവും. അതിലെ രണ്ടാമത്തെ വാലിൻ്റെ നടുവിലുള്ള നക്ഷത്രത്തിന് തിളക്കമുള്ളതാണ്, അതാണ് വസിഷ്ഠ നക്ഷത്രം. അതിനോട് തൊട്ട് ചേർന്ന് അത്ര പ്രകാശമില്ലാത്തൊരു നക്ഷത്രത്തെ കൂടി കാണും, അതാണ് അരുന്ധതി നക്ഷത്രം. അരുന്ധതി ദർശനം നമ്പൂതിരിയുടെ വേളിയുടെ ഒരു ചടങ്ങാണ്. അതുകൊണ്ടാണ് നീ എൻ്റെ കൈ പിടിച്ചു വരൂ, ഞാൻ ഈ നക്ഷത്രത്തെ ഒന്നുകൂടി കാണട്ടെ എന്നാണ്. മാത്രമല്ല വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് അരുന്ധതിയെ കണ്ടു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് മരണമില്ലാതെ. കാരണം
ആരോഗ്യവാനായ ഒരു മനുഷ്യന്, കണ്ണിന് അത്ര ആരോഗ്യമുള്ള ഒരാൾക്ക്, 6 മാസത്തേക്ക് മരണമില്ലാത്തത്ര ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ അരുന്ധതിയെ കാണാൻ പറ്റൂ എന്നാണ് അഷ്ടാംഗ ഹൃദയം പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്, നീ എൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കൂ, ഞാൻ ഈ നക്ഷത്രത്തെ കാണട്ടെ എന്നാണ്. ഞാനൊട്ടു കാണട്ടെ, നീ ഒട്ടു തൊട്ടു നിൽക്കൂ, ഓരോ നിറം കൊണ്ട് രൂപമളന്നും, ഓരോ രവം കൊണ്ട് രൂപമെറിഞ്ഞും, ഓരോ മരുന്നുകളിൽ അന്തികൾ ഇഴഞ്ഞും, ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരു ചൊരിഞ്ഞും. തൻ്റെ ഭാര്യ തന്നെ പരിചരിക്കുന്നത് ആസന്ന മരണനാണ്. നാളെ ഒരു പക്ഷേ ഒരു മൃതദേഹമായിരിക്കും അവിടെ കിടക്കുക. ആ തീവ്രമായ ദുഃഖത്തെ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ്. ഇയാൾക്കാണെങ്കിലോ ഒരേ മുറിയിൽ ഒരേ കിടപ്പാണ്. ഓരോ നിറം കൊണ്ട് നേരമളന്നും, എത്രയായി സമയം ചോദിച്ചറിയില്ല, ഓരോ നിറം കൊണ്ട് നേരമളന്നും, ഓരോ രവം കൊണ്ട് രൂപമറിഞ്ഞും. ആളുകളെ തിരിച്ചറിയാൻ വയ്യാതായിരിക്കുന്നു, ശബ്ദം കൊണ്ടാണ് ഞാൻ ആളുകളെ തിരിച്ചറിയുന്നത്. ഓരോ രവം കൊണ്ട് രൂപമറിഞ്ഞും, ഓരോ മരുന്നുകളിൽ അന്തികളിഴഞ്ഞും, ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ. ഭർത്താവിൻ്റെ മുമ്പിൽ, ആസന്നമരണനായി കിടക്കുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ ദുഃഖം കാണിക്കരുത് എന്നുണ്ടെങ്കിലും അടക്കിയാൽ അടങ്ങാൻ പറ്റാത്ത മറ്റ് ചിലപ്പോൾ കൈവിട്ടു പോകുന്നൊരു തേങ്ങൽ. ആ തേങ്ങൽ ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ്. ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരു ചുഴഞ്ഞും കഴിയുമീ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവോ സഖി, ആതിര വരുന്നേരം ഒരുമിച്ച് കൈകോർത്തെതിരേൽക്കണം. കൈകോർത്തെതിരേൽക്കുക എല്ലാ ദിക്കുകളിലും വിവാഹത്തിൻ്റെ ചടങ്ങുകളൊന്ന് കൈകോർക്കുകയാണ്, കൈ പിടിക്കുകയാണ്. ഗൃഹാമിതേ സൗഭാഗ്യത്വായ എന്നൊരു മന്ത്രമാണ് നമ്പൂതിരിമാർ ചെയ്യുന്നത്. ഞാൻ സൗഭാഗ്യത്തിന് വേണ്ടി നിൻ്റെ കൈ പിടിക്കുന്നു എന്നാണ്. ഗൃഹാമിതേ സൗഭാഗ്യത്വായ എന്നാണ് ആ മന്ത്രം തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടി ഞാൻ നിൻ്റെ കൈ പിടിക്കുന്നു എന്നാണ്. ആതിര വരുന്നേരം ഒരുമിച്ച് കൈകൾ കോർത്തെതിരേൽക്കണം, നമുക്കിക്കുറി വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇത് അദ്ദേഹത്തിൻ്റെ പകലറുതിക്ക് മുമ്പ് എന്നു പേരായ പ്രസിദ്ധമായൊരു കവിതയുണ്ട് കക്കാടിൻ്റെ. അതിൽ അദ്ദേഹം ഓരോ ഋതുക്കളെ പറ്റിയും ഇങ്ങനെ പറയുന്നുണ്ട്. പൂക്കൾ മതിച്ചു വിടർന്ന പകലിരവുകളിൽ അമൃതം ചാറിയ ശബളിമയാർന്ന വസന്തം. എൻ്റെ ജീവിതത്തിലെ വസന്തകാലത്തെ പറ്റി ആലോചിക്കുന്നതാണ്. പൂക്കൾ മതിച്ചു വിടർന്ന പകലിരവുകളിൽ അമൃതം ചാറിയ ശബളിമയാർന്ന വസന്തം കടന്നുപോയി. തുടർന്ന് വേനലാണ്, കൊടും വെയിൽ, ഇലകൾ തിണർത്ത് പഴുത്തു, കരിച്ചാലുകൾ വെന്ത് മണത്തു, കായ്കൾ ഉണങ്ങിപ്പൊട്ടി. പിന്നെ വർഷം, വിണ്ണിന് അകിട് കനത്തു, ഇടിവെട്ടി, പൂത്തിരി കത്തി, പൂമഴ പെയ്തു. അവനിയും ആകാശവും കുളിരിഴ നെയ്യുന്ന വെൺമഴനൂലുകളായി, കിനാക്കൾ മുളച്ച് ഈരിലയായി കുഞ്ഞിക്കണ്ണു തുറന്നു. പിന്നെ ശരത്കാലം, തെളിവിണ്ണിൻ നീൾമിഴി തോറും മധുര സ്വപ്ന കലാപം കുനുവർണ്ണ ചിറകുകൾ നിർത്തി. പിന്നെ ശിശിരം, പുലരിയിൽ മഞ്ഞല ഇളകി, കങ്കണഹാരാവലികളിൽ ആർദ്ര ചിരിച്ചു. കരരസതാളം, കുളിരാറ്റിൽ കളകളഹാസവിലാപം, വീണ്ടും വസന്തം. ഇങ്ങനെ വർണ്ണക്കുമിളകളൂതിയ വത്സര ഭംഗികൾ. കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും തോഴി ഇവയൊക്കെ ചുറ്റി മറിഞ്ഞു കഴിഞ്ഞു. നമുക്കിടെ ഉച്ച തിരിഞ്ഞു, വെയിലിൻ്റെ ചൂടും തിളക്കവും മങ്ങി, നിഴലുകൾ നീളുന്നു. ഈ പകലറുതിക്ക് എന്നുള്ള കരിയിലെ വർണ്ണനയാണ് ഇവിടെ. ഈ ഓരോ മരുന്നുകളിൽ അന്തികൾ ഇഴഞ്ഞും, ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരു ചൊരിഞ്ഞും, ഋതുഭേദങ്ങൾ വർണ്ണവ്യത്യാസങ്ങളോടുകൂടി തങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയ പഴയ കാലത്തെ ഓർക്കുകയാണ്. എന്ത് നിൻ മിഴിയണ തുളുമ്പിയെന്നോ സഖി. പെട്ടെന്ന് ഈ പത്നിയുടെ വൈധവ്യത്തിൻ്റെ കാൽപ്പെരുമാറ്റം അടുത്ത് കേട്ട ഈ സ്ത്രീയുടെ കണ്ണുകൾ കരയരുത് ഭർത്താവിൻ്റെ മുമ്പിൽ എന്ന് വെച്ച് നിർബന്ധപൂർവ്വം നിന്നിട്ടും എന്ത് നിൻ മിഴിയണ തുളുമ്പി എന്നോ സഖി, ചന്തം നിറയ്ക്കുക ശിഷ്ടദിനങ്ങളിൽ. എൻ്റെ ഈ അവസാനത്തെ നാളുകൾ നീ കണ്ണുനീര് ചാലിക്കല്ലേ, അത് സന്തോഷിപ്പിക്കാനാകും എന്നാണ്. ചന്തം നിറയ്ക്കുക ശിഷ്ടദിനങ്ങളിൽ മിഴിനീർ ചവർപ്പ് പെടാതെ ഈ മധുപാത്രം അടിയോളം മൂണ്ടുക. നമ്മൾ ജീവിതത്തിൻ്റെ ലഹരി അവസാന നിമിഷം വരെ ആസ്വദിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ലഹരി അവസാന നിമിഷം വരെ ആസ്വദിച്ച ഒരു പാരമ്പര്യത്തെപ്പറ്റി മുൻകാലത്തിലെ കവിതകളിൽ കക്കാട് സൂചിപ്പിക്കുന്നുണ്ട്. അത്
അദ്ദേഹം ഒരു കവിതയിൽ പറയുന്നുണ്ട്, പകൽ വെളിവണയാൻ ഇനി ഇത്തിരി മാത്രം. പകൽ അവസാനിക്കാൻ ഏതാനും വിനാഴികകൾ മാത്രമേ ഉള്ളൂ. പകൽ വെളിവ് അണയാൻ ഇനി ഇത്തിരി മാത്രം. ഇനി നിമിഷം തോറും പകരും പല ചായപ്പൊലികൾ നോക്കി തോഴി നമ്മൾ കൊട്ടു രസിച്ചു വസിക്കാം എന്നാണ്. ഈ സായാഹ്നത്തിൻ്റെ നിറപ്പകിട്ട് കണ്ടിട്ട് നമുക്ക് അല്പം രസിക്കാം, ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നതാണ്. പണ്ട് ഏറെ നോവുകൾക്കും അവമതികൾക്കും എരിയുന്ന ചതികൾക്കും തോറ്റി പകരത്തിന് പഴുതുകൾ നോക്കി പകയെണ്ണി ഇരിക്കണം. പകലറുതിക്ക് ഇനി ഇത്തിരി മാത്രം. മരവിക്കുന്നു വെളിവിനുറവുകൾ, മധുരിക്കുന്നു പഴയ ചവർപ്പുകൾ. സഖി നമ്മൾ ഇത്തിരി നേരം ഇരിപ്പത് മറുചിരിയാൽ തന്നെ നിറയ്ക്കാം എന്നാണ്. യൗവനകാലത്ത് പകയുണ്ടായിരുന്നു. തന്നെ ദ്രോഹിച്ച ആളുകളോട് പക വീട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടുതൽ നേടണം എന്നുള്ള കാംക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പണ്ട് ഏറ്റവും നീറുന്ന നോവുകൾക്കും അവമാനങ്ങൾക്കും എരിയുന്ന ചതികൾക്കും പകരത്തിന് പഴുതുകൾ നോക്കി പക എണ്ണി ഇരിക്കണം എന്നാണ്. ഇനി നമ്മൾ എന്ത് ആരോട് പക വയ്ക്കാനാണ്? പകലറുതിക്കിനി ഇത്തിരി മാത്രം. മരവിക്കുന്നു വെളിവിനുറവുകൾ, മധുരിക്കുന്നു പഴയ ചവർപ്പുകൾ. സഖി നമ്മൾക്ക് ഇത്തിരി നേരം ഇരിപ്പത് നറുചിരിയാൽ തന്നെ നിറയ്ക്കാം എന്നാണ്. ഈ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ നമുക്ക് ആഹ്ലാദപൂർവ്വം നോക്കാം എന്നാണ് പറയുന്നത്. എന്നിട്ടോ ഇത് ഒരു കാലത്ത് യൗവനാരംഭത്തിൽ ഇത് ചെയ്തിരുന്നതാണ്. മെഴുനീർ ചവർപ്പ് പെടാതെ ഈ മധുപാത്രം അടിയോളം മോന്തുക. ജീവിതത്തിൻ്റെ ലഹരി ആസ്വദിച്ചിരുന്ന മധുപാത്രം അടിയോളം മോന്തുക. ഈ മധുപാത്രം അടിയോളം മോന്തുക എന്നുള്ള ചിത്രം ഏത് ചിന്തയാണ്? ആരെപ്പറ്റിയാണ് നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്ത? അത് ഒമർ ഖയാമാണ്. മധുപാത്രം അടിയോളം മോന്തുന്നതായിട്ടുള്ള ഒമർ ഖയാമിൻ്റെ, ഭാവിയെപ്പറ്റി ചിന്തിക്കാത്ത ഖയാമിൻ്റേതാണ്. ഹിയർ വിത്ത് എ ബുക്ക് ഓഫ് വേർഡ്സ് ബിനീത്ത് ദ ബോ, എ ഫ്ലാസ്ക് ഓഫ് വൈൻ, എ ലോഫ് ഓഫ് ബ്രെഡ്, ആൻഡ് ദൗ ബിസൈഡ്സ് മീ സിംഗിങ് ഇൻ ദ വിൽഡർനെസ്. വിൽഡർനെസ് ഇസ് പാരഡൈസ് നൗ എന്നെഴുതിയ ഉമർ ഖയാമാണ്. നിരുപമ ഒരു കാവ്യം പൂമരച്ഛായ, പാത്രം നിറയ മധുര മദ്യം, വല്ലതും തെല്ലുഭോജ്യം, ഉരുവനഭുവി ഗാനം പെയ്തു ഓമനേ നീ അരികിലും, ഇവരെന്ന കാനനം ദേവലോകം എന്ന് ചങ്ങമ്പുഴ പരിഭാഷ. മലയാളത്തിൽ ഒരുപാട് പരിഭാഷ ഉണ്ടായിരുന്നു. തേനഞ്ചുന്ന ലഘുകാവ്യം തെല്ലാഹാരമൽപ്പം, പാനഭാജനം നിറയെ മധുരം, ഗാനം പെയ്യും നീയരുകിൽ പാദപത്തണലുമെന്നാൽ കാനനവും എനിക്കയ്യ വാനവലോകം എന്ന് ജിയുടെ പരിഭാഷയാണ്. പിന്നെ ആ ഒമർ ഖയാമിൻ്റെ ജീവിത ലഹരിയിൽ നിന്ന് മാറി നമ്മൾ ശാന്തതയുടെ മണ്ഡപത്തിലേക്ക് കടത്തുകയാണ് എന്നാണ് പറയുന്നത്. ഇരുളിൻ്റെ അറകളിലെ ഓർമ്മ, ഇവിടെ എന്ത് ഓർമ്മകളെന്നോ, നെറുകയിൽ ഇരുട്ടെന്തി പാറാവു നിൽക്കും ഈ തെരുവിളക്കുകൾക്കപ്പുറം, ബധിരമം ബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ. പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞും അഴിച്ചും, പല മുഖം കൊണ്ട് നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും, 3 പതിറ്റാണ്ടുകൾ നീണ്ടരീ അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. ഓർമ്മകളുണ്ടായിരിക്കണം, ഒക്കെയും വഴിയോരക്കാഴ്ചയായി പിറകിലേക്ക് ഓടി മറഞ്ഞിരിക്കാം, പാതിയിലേറെ കടന്നുവല്ലോ വഴി. ഇപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളെ പറ്റിയാണ് ആലോചിക്കുന്നത്. എങ്ങനെയാണ് ആ പഴയ കാര്യങ്ങളെപ്പറ്റി? ഓർമ്മകളൊന്നുമില്ലെന്നോ. പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞും അഴിച്ചും, ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളെ പറ്റിയാണ്. പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞും അഴിച്ചും, പല മുഖം കൊണ്ട് നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും, 3 പതിറ്റാണ്ടുകൾ നീണ്ടൊരീ അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. ജീവിതത്തിലെ അല്പ ദിവസങ്ങളിലെ ആനന്ദത്തിന് വേണ്ടി നമ്മൾ എത്ര കണ്ണീരാണ് കുടിച്ചു തീർത്ത്. പരസ്പരം വേദനിപ്പിച്ചു. ഞാൻ നിന്നെ വേദനിപ്പിച്ചു, നീ എന്നെ വേദനിപ്പിച്ചു. പരുഷവാക്കുകൾ പറഞ്ഞു. ഒടുക്കം ഈ ജീവിതത്തിൻ്റെ ഒരു നുള്ള് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചവർപ്പ് കഴിച്ചു കൂട്ടിയല്ലോ എന്നാണ് പറഞ്ഞത്. മധുവിധു കാല നിശകളെക്കാളും മധുരമി പ്രണയ കലഹങ്ങൾ എന്ന് പറഞ്ഞത് പക്ഷേ രാഘവൻ പിള്ളയാണ്.
മധുവിധ കാലത്തെ രാത്രികളേക്കാൾ പ്രിയങ്കരം ഈ പ്രണയകലഹങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ദാമ്പത്യത്തെ പറ്റി ഒരു പക്ഷേ കക്കാടികളെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനേക്കാൾ ശക്തിയായി പറഞ്ഞ് മലയാളത്തിൽ ഒരു കവിയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് വൈലോപ്പിള്ളി. ഇതിനേക്കാൾ ശക്തിയായിട്ട് കണ്ണീർ പാടത്തിലായാലും മറ്റു പല കവിതകളിലായാലും ദാമ്പത്യത്തെ പറ്റിയും അതിൻ്റെ പൊരുത്തക്കേടുകളെ പറ്റിയും ഇത്രയേറെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കവി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. കണ്ണീർ പാടം തുടങ്ങുന്നത് എങ്ങനെയാണല്ലോ, ബസ് വന്നുപോയി ദൂരാലിരമ്പം കേൾക്കാം, വേഷം വിസ്തരിച്ചത് പോലും അമ്പലത്തിലേക്കല്ലേ ആണ് കവിത തുടങ്ങുന്നത്. ഭാര്യയും ഭർത്താവും തീരുമാനിക്കുകയാണ്. കുടുംബ കലഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ചിത്രമാണ്. പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് പോകാനാണ്. രാവിലെ ഭർത്താവ് കുളിയൊക്കെ കഴിഞ്ഞ് തയ്യാറായിട്ടുണ്ട്, ഭാര്യ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇയാൾ പറയുകയാണ്, ബസ് വന്നു പോയി ദൂരാലിരമ്പം കേൾക്കാം. അത്രയും പറഞ്ഞാൽ മതി, ആ സ്ത്രീക്ക് മനസ്സിലാവും. പക്ഷേ അയാൾ ഭർത്താവല്ലേ, അത്രയും പറഞ്ഞാൽ പോരാ, വേഷം വിസ്തരിച്ചത് പോരും എന്നുകൂടി ഒരു കുത്തു കൊടുത്ത് തരുമ്പോഴേക്ക് പകുതി സന്തോഷം. അമ്പലത്തിലേക്കല്ലേ എന്നൊരു ചോദ്യം. അപ്പോൾ അയാൾ പൂർണ്ണമായിട്ട് ഭർത്താവായിട്ട്. പക്ഷേ ഭാര്യയ്ക്ക് അങ്ങനെയല്ല, അമ്പലത്തിലേക്കാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്കല്ലേ. അതുകൊണ്ട് അവർ പതിവ് പോലെയൊക്കെ ചമഞ്ഞിറങ്ങി വന്നപ്പോഴാണ് അതിൽ ഐറണി. ബസ് വന്നു പോയി ദൂരാലിരമ്പം കേൾക്കാം. എന്നിട്ട് ആ സ്ത്രീ ദേഷ്യപ്പെട്ടാണ് ഇയാളെ നോക്കുന്നത്. ബസ് തെറ്റിയത് അയാൾ കാരണമാണ് എന്നുള്ള മട്ടിലാണ് അവരെ നോക്കുന്നത്. പരസ്പരം നൊന്തും ചോദിച്ചും കഴിഞ്ഞുകൂടിയ ദിവസങ്ങളെ പറ്റിയാണ്. എന്നിട്ട് ഇവിടെ പാടവരമ്പത്തുകൂടി ഇവർ പോകുന്നതാണ് കണ്ണീർ പാടത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രം. കർക്കിടക മാസത്തിലെ പകലാണ്, വെളുപ്പം പ്രഭാതമാണ്. കാല് വെച്ചാൽ വഴുക്കുന്ന വരമ്പാണ്. ആ വരമ്പിൽ കൂടി സൂക്ഷിച്ച് പതുക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ കുട തിരിച്ചു വെച്ച് ആകാശത്തേക്ക് നോക്കിയിട്ട് പല പോത്തിനെ പൂറ്റി ഉഴുത ചെളിപ്പാടം പോലെയുണ്ട് ഈ ആകാശം. പെട്ടെന്നാണ് വൈലോപ്പിള്ളിയിലെ കവി ഉണർന്നത്. പല പോത്തിനെ പൂട്ടി ഉഴുത ചെളിപ്പാടം പോലെയാണ് ആകാശം. കണ്ണ് മണ്ണിൽ നിന്ന് മാറിയ വഴിക്ക് വീഴും എന്നുള്ള നിൽക്കലാണ് ആ സ്ത്രീ അമർത്തിയൊന്ന് മൂളി. നിന്നയുണ്ടാ മൂളൻ. മനസ്സിലായി? എനിക്ക് ആ മൂളലിൻ്റെ അർത്ഥം മനസ്സിലായി. നിന്നയുണ്ടാ മൂളൻ, ഇങ്ങനെ പൊരുത്തപ്പെടാൻ നിന്നുടെ സങ്കല്പവും എന്നുടെ യാഥാർത്ഥ്യവും, എന്നുടെ സങ്കല്പവും നിന്നുടെ യാഥാർത്ഥ്യവും. വീണ്ടും ഇവർ കുറച്ച് ദൂരം കൂടി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇവളിങ്ങനെ നനയാതെ സാരി ഇങ്ങനെ ഒത്തിരി പൊക്കിപ്പിടിച്ചാണ് നടന്നു പോകുന്നത്. സാരി നീ ചരിച്ചേറ്റിപ്പോകെ നിൻ മൃഗരോമ ചരുവം കണങ്കാൽ കണ്ടെനിക്ക് പാവം തോന്നി. അതുവരെയുള്ള പരിഭവവും ദേഷ്യമൊക്കെ മാറി വല്ലാത്ത പാവം തോന്നുകയാണ്. സാരി നീ ചരിച്ചേറ്റിപ്പോകെ നിൻ മൃദുരോമ ചരുവം കണങ്കാൽ കണ്ട് എനിക്ക് പാവം തോന്നി എന്നും പ്രഭമണയും പറയുന്നുണ്ട്. ഏത് പെൺകുട്ടിയെയും പോലെ എത്രയോ പ്രതീക്ഷകളോട് കൂടിയാണ് അവൾ ഭർത്തൃഗൃഹത്തിലേക്ക് വന്നത്. അതൊന്നും നിറവേറ്റപ്പെട്ടില്ല. എന്നിട്ടും തനിക്കും തൻ്റെ മക്കൾക്കും വേണ്ടി ചന്ദനമുട്ടി അരയുന്ന പോലെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ ഉരഞ്ഞപ്പോഴും അവൾ ചുറ്റും സ്നേഹവും സുഗന്ധവും മാത്രമാണ് പ്രസരിപ്പിക്കുകയുണ്ടായത്. അവളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും നടന്നില്ല. ഏത് പെൺകുട്ടിക്കും, വിവാഹിതയാവുന്ന ഏത് പെൺകുട്ടിക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങളിൽ പലതും നടക്കാറില്ല. ചന്ദനമുട്ടി ഉരയുമ്പോഴും അതിൽ നിന്ന് കുളിർമയും സുഗന്ധവും ചുറ്റും വ്യാപിക്കുന്ന പോലെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ ഉയർന്നപ്പോഴും നീ എനിക്കും മക്കൾക്കും വേണ്ടി സുഗന്ധവും സൗരഭ്യവും പുലർത്തുകയാണല്ലോ ചെയ്തത് എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഉത്തരക്ഷണത്തിൽ ഭർത്താവായ അയാൾക്ക് മറ്റൊരു ചിന്ത വന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞ് ഇതുപോലത്തെ ഒരു മഴക്കാലത്താണ് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഭർത്തൃഗൃഹത്തിലേക്ക് വരികയാണ്. വന്നപ്പോൾ ഇവളെൻ്റെ പിന്നിലാണല്ലോ നടന്നിരുന്നത്, എപ്പോഴും ഇവളെൻ്റെ മുമ്പിൽ കയറി നടക്കാൻ തുടങ്ങിയത് എന്നുള്ള അത്ഭുതമാണ്. സാരി നീ ചരിച്ചേറ്റിപ്പോകെ നിൻ മൃദുരോമ അരുവം കണങ്കാൽ കണ്ട് പാവം തോന്നി. ആ പാവം തോന്നലിൻ്റെ പിന്നിൽ ഈ ഭർത്താവിൻ്റെ ഈർഷ്യയുണ്ട്. കുറച്ചു കാലം മുമ്പ് എൻ്റെ പിന്നാലെ വന്നവളാണ്. അവളിത് ഇപ്പം മുമ്പിൽ കയറി നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്, എന്നെ നയിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അണിയത്ത് നീ തന്നെ നിൽക്കൂ എന്ന് കക്കാടും പറയുന്നുണ്ട്. നീ അണിയത്ത് നിൽക്കൂ എന്ന് കാവ്യത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു. ഇവളാണിപ്പോൾ നമ്മളെ നയിക്കുന്നത് എന്ന്. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഈ ഞാനൊരിക്കൽ വൈലോപ്പിള്ളി മാഷോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാമ്പത്യത്തെ പറ്റി ഞാൻ എഴുതിയ ഏറ്റവും നല്ല ശക്തമായിട്ടുള്ള വരി ഏതാണെന്ന് എനിക്കറിയാവുന്നു. ഞാൻ പറഞ്ഞു അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ
എനിക്ക് പാവം തോന്നി. സാരിനീ ധരിച്ചേറ്റിപ്പോകെ നിൻ മൃദുരോമലാരുവാം കണങ്കാൽ കണ്ടെനിക്ക് പാവം തോന്നി എന്നുള്ളതാണ്. മാഷ് പഴയ സ്റ്റൈൽ കൃത്യമായിട്ട് എനിക്ക് ആ രംഗം ഓർമ്മയുണ്ട്. മാഷ് നമുക്ക് ചായ കുടിക്കാം, ചായ കൂട്ടാൻ പോയതാണ്. ഞാനും കൂടെ ചെന്നു. അപ്പം ഞാൻ ആ കപ്പൊക്കെ കഴുകി വെച്ച് മാഷ് ചായ ഇങ്ങനെ കൂട്ടുക. അതിൻ്റെ എനിക്ക് നല്ല വൃത്തിയാണ് എന്ന് പറഞ്ഞാൽ ഒരു മുഷിഞ്ഞ തുണിയെടുത്ത് ഈ കപ്പങ്ങൾ തുറന്നു അതിലേക്കാണ് ചായ ഒഴിച്ച് തന്നെ. അപ്പം മാഷ് പറഞ്ഞ ആ വരിയല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം. അദ്ദേഹം സാവിത്രി എന്നുള്ള കവിതയിൽ നിന്ന് 2 വരി ചൊല്ലി. ഇതാണ് ആ വരികളിൽ: ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്കൂ ഒരുവെ സ്വപ്നം കണ്ട് പയ്യാരം പുലമ്പുന്നു. ഭാര്യയും ഭർത്താവും ഒരേ കട്ടിൽ കിടക്കുകയാണ്. പക്ഷെ ഭാര്യയുടെ മനസ്സിൽ മറ്റൊരു പുരുഷനും ഭർത്താവിൻ്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീയും ആണ്. എന്നിട്ട് അവർ പയ്യാരം പുലമ്പുകയാണ് ചെയ്യുന്നതാണ്. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്കും ഉരുവെ സ്വപ്നം കണ്ട് പയ്യാരം പുലമ്പുന്നു. ഉരുവെ എന്നാണ്, വ്യക്തിയല്ല, മൃഗം, വെറും മൃഗം ആണ് ഇത് എന്നുള്ളതാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട ആണിനോട് ഇണചേരുന്ന മൃഗം തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ അദ്ദേഹം സൂചിപ്പിക്കുന്നതാണ്: ഇത്തിരി ശാന്തികൻ ശർക്കര നുണയുവാൻ ഓർമ്മകളുണ്ടായിരിക്കണം. ഒക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലേക്ക് ഓടി മറഞ്ഞിരിക്കാം. പാതിയിലേറെ കടന്നുവല്ലോ വഴി. ഓർമ്മകളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിര വരുന്നു എന്ന് എങ്ങനെ അറിഞ്ഞു നാം? ഇനി കഴിഞ്ഞ നാളുകളെപ്പറ്റി പറയണം. ഇത്തിരി കൂടെ നടന്നവ, കിന്നാരമിത്തിരി ചൊന്നവ, കണ്ണീരുറക്കച്ചിരിച്ചു കവിള് തുടിച്ചവ, ഏറെ കരഞ്ഞ് കൺപോള കനത്തവ, കെട്ടിപ്പുണർന്നു മുകർന്നവ, കുത്തിപ്പിളർന്നു മരിച്ചവ, കൊന്നവ, മൊട്ടായി പുഴുതിന്ന് പാതി വിടർന്ന് പെരുവഴിയിൽ ഞെട്ടച്ചടർന്നു പതിച്ചവ, വഴിപോക്കരിരുളിൽ ചവിട്ടി അരച്ചവ, ഓരാതിരിക്കെ ചവിട്ടടികളിൽ പുളഞ്ഞ് ഉത്ഭണമുയർന്നാടി നിന്നവ, ഒക്കെയും ഓർമ്മകളായിരിക്കാം. ഓർക്കാൻ കഴിവിയിലവതൻ മുഖങ്ങൾ. ജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ ഒരുപാട് നാളുകൾ പിന്നിട്ടു. അത് മുഴുവനൊന്നും എനിക്ക് ഓർക്കാൻ പറ്റില്ല. ഉത്ഭണമുയർന്നാടി നിന്നു. ഒരു പാമ്പിനെ പറ്റിയുള്ള സങ്കല്പം. നടന്നു പോകുമ്പോൾ വിഷം തിണ്ടുന്നത് പോലെ വഴിപോക്കരിരുൾ ചവിട്ടി അരച്ചവ, ഓരാതിരിക്കെ, ആലോചിക്കാതിരിക്കുമ്പോൾ ചവിട്ടടികളിൽ പുളഞ്ഞ് ഉത്ഭണമുയർന്ന് ആടി നിന്നവ. ഈ ഉത്ഭണമുയർന്ന് ആടി നിന്നവ, പാമ്പ് എപ്പോഴും ലൈംഗികതയുടെ പ്രതീകമാണ്. തങ്ങളുടെ ലൈംഗിക ജീവിതത്തെ പറ്റിയുള്ള ഒരു സൂചന കൂടിയുണ്ട്. മണലിപ്പാമ്പ് പോലെ തൻ്റെ ചിന്തകളെപ്പറ്റി ചിന്താവിഷ്ടയായ സീതയിൽ ആശാൻ പറയുന്നുണ്ട്. പാമ്പ് എപ്പോഴും ലൈംഗികതയുടെ പ്രതീകമായിട്ടാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഇവിടെ ഈ തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ലൈംഗികതയെപ്പറ്റി കൂടി ഒരു സൂചനയാണ്. മുഖമില്ലാതലറുമീ തെരുവുകൾക്കപ്പുറം, മുരടൻ മുടുക്കുകൾക്കപ്പുറം കാതുകളയച്ചു നോക്കൂ. ഏതോ പുഴയുടെ കളകളത്തിൽ, ഏതോ വയൽക്കൊറ്റിതൻ നിറത്തിൽ, ഏതോ മലമുടി പോക്കുവെയിലിൽ, ഏതോ നിശീഥത്തിൻ തേക്കുപാട്ടിൽ, ഏതോ വിജനമാം വഴിവക്കിൽ, നിഴലുകൾ നീങ്ങുമൊരു താന്തമാമന്തിയിൽ, പടവുകളായി കിഴക്കേറി ഉയർന്നുപോയി കടുനീല വിണ്ണിൽ അലിഞ്ഞുപോകും മലകളിൽ, പുളയും കുരുത്തോല തെളിയുന്ന പന്തങ്ങൾ വിളയുന്ന മേളങ്ങൾ ഉറയുന്ന രാവുകളിൽ, എങ്ങാനൊരു ഊഞ്ഞാൽപ്പാട്ട് ഉയരുന്നുവോ സഖി, എങ്ങാൻ ഒരു ഊഞ്ഞാൽപ്പാട്ട് ഉയരുന്നുവോ എന്ന്. കക്കാടിൻ്റെ നഗരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമത്തെ പറ്റിയാണ്. നഗരഭീകരതയും ഗ്രാമനൈർമല്യവും കക്കാടിൻ്റെ കവിതകളിൽ ആവർത്തിച്ചു വരുന്ന ബിംബങ്ങളാണ്. അത് പണക്കാരൻ ദരിദ്രൻ എന്നുള്ള നിലയിലാവാം, രോഗം ആരോഗ്യം എന്നുള്ള നിലയിലാവാം, ഈശ്വരൻ പിശാച് എന്നുള്ള നിലയിലാവാം. ഏതു വിധത്തിൽ ഈ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ കണ്ടെത്തുന്നുണ്ട്. നഗരജീവിതത്തെ പറ്റി അദ്ദേഹം ഇതാ ആശ്രമമൃഗം കൊല്ല് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ശാകുന്തളത്തിൽ ആശ്രമമൃഗോയം ന ഹന്തവ്യോ ന ഹന്തവ്യ എന്നാണ്. ദുഷ്യന്തൻ മാനിനെ എഴുതി കൊല്ലാൻ പോകുമ്പോൾ മുനികുമാരന്മാരിടയ്ക്ക് വന്ന് ഇത് ആശ്രമമൃഗമാണ്, കൊല്ലരുത് എന്നാണ് പറയുന്നത്. ഇവിടെ ഇതാ ആശ്രമമൃഗം, കൊല്ല് എന്നാണ് പറയുന്നത്. ആ നഗര സംസ്കാരത്തിൻ്റെ യാന്ത്രികതയെ പറ്റിയാണ്. അതിലൊരു ഭാഗത്ത് അദ്ദേഹം നഗരത്തിൽ വന്ന് നിന്നിട്ട് പഴയ കാലത്തെ ആലോചിക്കുന്നുണ്ട്. ഇതിലൊക്കെ കക്കാട് പൊള്ളുന്നൊരു വരി എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം, താഴേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, എനിക്കറിയാം ഇവിടെ
ഇവിടെയായിരുന്നു ഹോമകുണ്ഡം, ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനത്ത്. ഇത്തിരി ശക്തിയായിട്ടുള്ള പ്രയോഗമാണ്. ഇവിടെയായിരുന്നു ഹോമകുണ്ഡം, ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനത്ത് എന്നാണ്. ആ ഗ്രാമവിശുദ്ധിയെ നഗരമാലിന്യം എങ്ങനെ കടന്ന് ആക്രമിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രമാണ്. നഗരഭീകരതയാണ്. ടാറുരുകിയ തെരുവുകളിൽ പുണ്ണുപിടിച്ച ജീവിതം അളിയുന്നു. ഒരു കൂറ്റൻ പട്ടടയിൽ 1000 ഉരുളുകൾ പൽചക്രത്തിൽ കൂയി ആർത്ത് തിരിച്ചു ഉരുളുന്നു. പുക മൂടുന്ന ഫാക്ടറികളിലേക്ക് കൃമികൾ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന മനുഷ്യർ. പൽചക്രങ്ങളിൽ ഇഴഞ്ഞ് നിണവും കീലും വേർപ്പും നിലത്ത് ചളികെട്ടി ദുസ്സഹഗന്ധം. കനത്ത കൂറ്റൻ കാലുകൾ ഉയർത്തി നീട്ടി അമർത്തി ചവിട്ടി രാക്ഷസൻ അവ ഊറ്റി വടിച്ച് അമൃതേത്ത് കഴിച്ച് ഒടുവിൽ വിസർജിക്കുന്ന കൃമികൾ അസംഖ്യം അസംഖ്യം. അതിലൊന്നാണ് ഞാനും എന്ന് നഗരത്തെപ്പറ്റി പറയുന്നു. ഈ നഗരത്തെപ്പറ്റി പറയുമ്പോൾ വീണ്ടും നമ്മൾ വൈലോപ്പള്ളിയിലേക്ക് കടന്നിട്ടുണ്ട്. വൈലോപ്പള്ളിയും ഈ നഗരത്തെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ കക്കാട് പറയാത്തൊരു ചിന്ത വൈലോപ്പള്ളിയിൽ വരുന്നുണ്ട്. ഏതു ധൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും ഗുണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. അത് ആ യോജിച്ചു പോകുന്നതിനെ പറ്റിയാണ്. ഇവിടെ 2 ചിത്രങ്ങൾ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. മുഖമില്ലാതെ അലറിമി തെരുവുകൾക്കപ്പുറം, മുരടൻ മുടുക്കുകൾക്കപ്പുറം കാതുകളയച്ചു നോക്കൂ. എന്നിട്ട് തൻ്റെ പഴയ അവിട്ടത്തൂർ ഗ്രാമത്തെ പറ്റിയാണ് പറയുന്നത്. ഏതോ പുഴയുടെ കളകളത്തിൽ, ഏതോ വയൽക്കൊറ്റിതൻ നിറത്തിൽ, ഏതോ മലമുടി പോക്കുവെയിലിൽ, ഏതോ നിശീഥത്തിൻ തേക്കുപാട്ടിൽ. പതിരാക്കോഴി വിളിപ്പതും കേൾക്കാതെ പാടത്തു പഞ്ചയ്ക്കു തെയ്യുന്നു 2 പേർ. ഒന്നൊരു വേട്ടുവൻ മറ്റേതവൻ വേട്ട പെണ്ണ്, ഇവർ മണ്ണിൻ്റെ പാദം പണിയുവർ. പാടുകയാണിവർ പാലാട്ട് കോമൻ്റെ ചെടുറ്റ വാളിൽ നിണപ്പുഴ കേളികൾ എന്നെഴുതിയത് വൈലോപ്പള്ളിയാണ്. ഏതോ വിജനമം വഴിവക്കിൽ, ഏതോ നിശീഥത്തിൻ തേക്കുപാട്ടിൽ നീങ്ങുമൊരു താന്തമാമന്തിയിൽ പടവുകളായി കിഴക്കേറി ഉയർന്നുപോയി കടുനീല വിണ്ണിൽ അലിഞ്ഞുപോകും മലകളിൽ പുളയും കുരുത്തോല തെളിയുന്ന വന്തങ്ങൾ വിളയുന്ന മേളങ്ങൾ ഉറയുന്ന രാവുകളിൽ. കക്കാടിനെ ആകർഷിച്ചൊന്ന് ഈ പഴയ തോറ്റം പാട്ടുകളും അതേപോലെ തന്നെ അനുഷ്ഠാന കലകളുമാണ്. ഈ അനുഷ്ഠാന കലകളിലൊക്കെ പ്രധാന വാദ്യം ചെണ്ടയാണ്. താളം ആണ് പ്രധാനം. ഇവിടെ ഈ വരി നോക്കിക്കോളൂ. പുളയും കുരുത്തോല തെളിയുന്ന പന്തങ്ങൾ വിളയുന്ന മേളങ്ങൾ ഇറയുന്ന രാവുകളിൽ. ആ തോറ്റംപാട്ടിൻ്റെ താളം ആണ് വരുന്നത്. എങ്ങനെ ഒരു ഊഞ്ഞാൽപ്പാട്ട് ഉയരുന്നു. തിരുവാതിരയ്ക്ക് ഊഞ്ഞാൽപ്പാട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ആ ഊഞ്ഞാൽപ്പാട്ടിനെ പറ്റിയാണ്. ആ ഊഞ്ഞാലിനെ പറ്റിയുള്ളൊരു സൂചന വൈലോപ്പള്ളി കവിതയിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. വൈലോപ്പള്ളിയുടെ ഏറ്റവും പ്രശസ്തമായ ഊഞ്ഞാലിൽ എന്നുള്ള കവിത. കാരണം കക്കാട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തന്നെ പരോക്ഷമായി സ്വാധീനിച്ചത് കാളിദാസൻ മാത്രമല്ല, വൈലോപ്പള്ളിയും സ്വാധീനിച്ചിരുന്നു. വൈലോപ്പള്ളിയും അക്കിത്തവും, വൈലോപ്പള്ളിയെ പറ്റിയും അക്കിത്തത്തെ പറ്റിയും കവിത എഴുതിയിട്ടുണ്ട് കക്കാട്. ഇവർ 2 പേരും തന്നെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഊഞ്ഞാൽപ്പാട്ട് ഉയരുന്നു എന്ന് പറയുന്നത് വൈലോപ്പള്ളിയുടെ പ്രസിദ്ധമായ ഊഞ്ഞാലിൻ്റെയാണ്. അവിടെയും ഇതുപോലെ തന്നെയാണ്. മധ്യവയസ്സ് കഴിഞ്ഞ ഒരാൾ, അയാളുടെ 2-3 വയസ്സ് പ്രായം കുറഞ്ഞ ഭാര്യയെ ഒരു തിരുവാതിര രാവിലെ ഊഞ്ഞാലിലിരുത്തി ഊഞ്ഞാലാട്ടുകയാണ്. മകളുടെ മകൻ വെക്കേഷൻ കാലത്ത് അവൻ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ കിടന്ന് ഉറങ്ങുകയാണ്. അതെ, അവൻ ഉറങ്ങിക്കോട്ടെ. കാരണം പൂങ്കിളി കൗമാരത്തിന് ഇത്തിരി കാലം വേണം മാങ്കനികളിൽ നിന്ന് മാമ്പൂവിലെത്തിച്ചേരാൻ. ഈ കുട്ടിക്കിപ്പോൾ മാമ്പഴമാണ് ഇഷ്ടം. മാങ്കനികളിൽ നിന്ന് മാമ്പൂവിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് കാലം വേണം കുട്ടികൾക്ക് കിട്ടുന്നത്. കൗമാരത്തിൽ യൗവനത്തിലാണല്ലോ മാമ്പൂവിൽ. പൂങ്കിളി കൗമാരത്തിന് ഇത്തിരി കാലം വേണം മാങ്കനികളിൽ നിന്ന് മാമ്പൂവിൽ എത്തിച്ചേരാൻ. പരിണാമത്തെ തിരിച്ചിടുകയാണ് വൈലോപ്പള്ളി മാഷ് ചെയ്തു. അവിടെ തൻ്റെ പത്തിയെ ഊഞ്ഞാലിരുത്തി ആട്ടുന്ന ചിന്ത തന്നെയാണ് ഇവിടെയും. ആലപിക്കുക, ഊഞ്ഞാലിൽ നിന്നുള്ള കവിതയിൽ നിന്നാണ്. ആലപിക്കുക നീയും അതിനാൽ മനം നൃത്യലോലമാക്കുമക്കാനും കല്യാണി കളവാണി. എൻ്റെ പത്നിയോട് പറയുന്നതാണ്, മധ്യവയസ്കയായ സ്ത്രീയോട് പറയുകയാണ്, നീ പഴയ പോലെ കല്യാണി കളവാണി എന്നുള്ള പാട്ടൊന്ന് പാടും. പണ്ടു കാലത്തെപ്പോലെ എന്നെ പുളകം കൊള്ളിച്ചു നിൻ കണ്ഠകാളത്തിൽ വർണ്ണക്കമ്പികൾ തുടിക്കവേ മെല്ലവ നീളും പാട്ടിൻ നീരടികൾ തൻ ഊഞ്ഞാൽവെള്ളിയിൽ അങ്ങോട്ടിങ്ങോട്ടൻ കര ആടിയിടവേ വെണ്ണറ കലർന്നവളല്ല
നീയൻ കണ്ണിന് കണ്ണുമാവലിയുടെ കന്യയാമാരോമലാൾ. നരച്ച വയസ്സായ സ്ത്രീയാണ്, അവളെ ഊഞ്ഞാലും ഇരുത്തി ആട്ടുമ്പോൾ ഇപ്പോൾ നീ എൻ്റെ കണ്ണിന് കണ്ണുമാവലിയുടെ കന്യയായ ആരോമലാൾ തന്നെയാണ്. പൂനിരാവടി മുറ്റമല്ല ഇത്, ഹിമാചല സാനുവിൻ മനോഹര മാലിനീ നദീതീരം. വ്യോമമല്ലിത് സോമതാരകാകീർണം, നിന്റെ ഓമന വനജോത്സവ പുത്തു നിൽക്കുകയത്രേ. നിഴലല്ലിത് നീളപ്പുള്ളിയായി മാഞ്ചോട്ടിൽ നിന്നിളവൻ ദീർഘാഭാങ്കൻ വിശ്രമിക്കുകയത്രേ. കണ്വാശ്രമത്തിലെ തനി റൊമാൻറ്റിക്കായിട്ടുള്ള അന്തരീക്ഷം ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിൽക്കുകയാണ് ഈ മധ്യവയസ്കയായ പത്നി. ഇവിടെ കക്കാട് ചെയ്യുന്നത് തന്നെയാണ്. നാളെയോ മറ്റന്നാളോ അടിയിടറി പോകാവുന്ന ഈ പഴംകൂടിലേക്ക് നീ അടുത്തു വന്നു നിൽക്കുക. നീ എനിക്കിപ്പോൾ കണ്ണുമാമുനിയുടെ കന്യയായ ആരോമലാൾ തന്നെയാണ്. ഒന്നുമില്ലെന്നോ ഓർമ്മകൾ തിളങ്ങാതെ, മധുരങ്ങൾ പാടാതെ, പാതിരകൾ ഇളകാതെ, അറിയാതെ ആർദ്ര വരുന്നുവോ സഖി. ചക്രവാളങ്ങളിൽ ആഞ്ഞു ചവിട്ടുന്ന വിക്രമമെങ്ങ്, ഒരു ഓങ്കാര ബൃംഹണത്തിൽ ത്രിപുരങ്ങളൊക്കം തകർക്കുന്ന വീറെങ്ങ്. ഇവിടെ സൂചിപ്പിക്കുന്നത് വിധിയെ പറ്റിയാണ്. വിധി എങ്ങനെയാണ് കടന്നു വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. ആ ത്രിപുരങ്ങൾ ഏതും തകർക്കുന്ന വിക്രമം. വിക്രമം എന്ന് വെച്ചാൽ കാൽവെപ്പ് എന്നാണ്. അതുകൊണ്ടാണ് 3 കാലുവെച്ചാണ് ത്രിവിക്രമൻ ആയി മാറിത്തരുന്നത്. 3ാമത്തെ കാൽവെപ്പിൽ വലിയ താഴ്ത്തിയവനാണ്. ആ വിക്രമം, പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് അതെവിടെയാണ്? ഒരു ഓങ്കാര ബൃംഹണത്തിൽ. ഓങ്കാരം ശിവനെ സൂചിപ്പിക്കുന്നുണ്ട്. 3 സ്വരങ്ങളുടെ ഓം എന്നുള്ള ശബ്ദം. ബൃംഹണം എന്ന് വെച്ചാൽ വർധന, പോഷണം എന്നാണ്. ഒരു ഓങ്കാര ബൃംഹണത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഓങ്കാര ബൃംഹണത്തെ പറ്റി, ശിവൻ ഉണരുന്നതിനെ പറ്റി കക്കാടിൻ്റെ മറ്റൊരു കവിതയുണ്ട്. ദേവദാരുദ്രുമ പുൽത്തറയ്ക്കുമേൽ അഭിരാമമം പുലിത്തോൽ വിരിച്ച്. തപസ്സിലിരിക്കുന്ന ശിവൻ ഉണരുന്നതിനെ പറ്റിയാണ്. ദേവദാരുദ്രുമ പുൽത്തറയ്ക്കുമേൽ അഭിരാമമം പുലിത്തോൽ വിരിച്ചങ്ങനെ ജ്വലിപ്പൂ സർവഭൂഷണൻ രുദ്രൻ പത്മാസനസ്ഥിതൻ. കണ്ണു തുറക്കുന്നു, നെറ്റിയിലെ കണ്ണ് തിളങ്ങുന്നു. നൃത്യധുർജടി കരകഥ ഡമരുക ഡുമുഡുമു പടുരവം ഉയരുന്നു എന്നുള്ള ശിവതാണ്ഡവത്തിലേക്ക് കടന്നു പോകുന്നതാണ്. ഇവിടെ ആ ചിത്രം തന്നെയാണ്. വിക്രമമെങ്ങ് ഒരു ഓങ്കാര ബൃംഹണത്തിൽ ത്രിപുരങ്ങളൊപ്പം തകർക്കുന്ന വീറെങ്ങ്. ഏകാന്തരാവിൽ നീ അരുളുമീ അലിവും, നെയ്ത്തിരി പോലെ തെളിയും കിടാങ്ങൾ തൻ വിടർമെഴികൾ തൻ സ്വച്ഛനാളങ്ങളും. ഊതിത്തിളക്കി തളരാതെ കാക്കുമീ ദീനദീനങ്ങളാം അല്പദിനങ്ങളിൽ ഒന്ന് തെളിയുന്നു നീ ഓർക്കുന്നുവോ. ചീറിയടിക്കുമൊരിരുട്ടിൽ ദൂരങ്ങൾ കോൾ കൊണ്ട് മുന്നിൽ കിടക്കവേ, കാലുകൾ ചുറ്റിപ്പിടിച്ച് ആഞ്ഞു വിഴുങ്ങുമൊരു പുഴ നമ്മൾ കഴപോൽ കിടന്നതും. ഞങ്ങളുടെ മുമ്പിലൂടെ എവിടെ നിന്ന് ആരംഭിച്ചു എവിടെ അവസാനിക്കുന്നു എന്നറിയാതെ കുതിച്ചു പായുന്ന പുഴയാണ്. ആ ജീവിത പുഴ അപ്പുറത്തേക്ക് നമ്മൾ കടന്നു. ഇത് വൈലോപ്പള്ളിയുടെ കണ്ണീർ പാടത്തു നിന്ന് തന്നെ എടുത്തൊരു ദീപമാണ്. അതിലുമുണ്ട് ഭാര്യയും ഭർത്താവും കൂടി തൊഴാൻ വേണ്ടി പോയിട്ട് ചെന്നപ്പോഴാണ് നല്ല ഒഴുക്കുള്ളൊരു തോട് കയറി കിടക്കുന്നത്. കാല് വെച്ചാൽ മറിഞ്ഞു വീഴും, അപ്പുറത്തേക്ക് കിടക്കാൻ വയ്യ. ഒടുക്കം കവി ഭാര്യ അതുവരെ ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത്. ഇയാൾ നാസ്തികനായിട്ട് വന്നിട്ട് വിശ്വാസമില്ലാതെ അമ്പലത്തിലേക്ക് പുറപ്പെട്ട ഇങ്ങനെയൊക്കെ വരും എന്നാണ് ഈ സ്ത്രീയുടെ. ഇയാൾ മനസ്സിൽ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. 4 തവ വേദം, ക്ഷേത്രദർശനം, ജ്യോത്സ്യം, ഹിന്ദിയും ഉറക്കവും. നിനക്ക് 4 വേദങ്ങളാണ്. അമ്പലത്തിൽ പോവുക, ക്ഷേത്രദർശനം, ജ്യോത്സ്യം, ഏത് കണിയാനെ കണ്ടാലും വിളിച്ചു കൊടുക്കുക. ക്ഷേത്രദർശനം, ജ്യോത്സ്യം, ഹിന്ദിയും ഉറക്കവും. ഇത് 4 നിൻ്റെ വേദം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോവിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ പുഴ ഇറങ്ങി കിടക്കാൻ നേരത്ത്, ഈ വലിയ ഒഴുക്കുള്ള തോടിറങ്ങി കിടക്കാൻ നേരത്ത് കുടയൊക്കെ കുത്തിപ്പിടിച്ച് കവി അപ്പുറത്തേക്ക് കടന്നു. അങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ കണ്ണിൽ സ്നേഹാർദ്രത തുളുമ്പി നിൽക്കുന്നതാണ്. എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ഉത്കണ്ഠയാണ്. അതുവരെ കണ്ടത് മുഖമല്ല, ഭയവും. ഇയാൾ അപ്പുറത്തേക്ക് കിടക്കുമോ പറ്റുമോ, അപാരമായ സ്നേഹം, കാരുണ്യം, ഭയം, ഇതൊക്കെ കൂടി അവളുടെ കണ്ണിൽ കാണുന്നില്ലയാണ്. അപ്പുറത്തേക്ക് കയറി. പക്ഷേ ഈ സ്ത്രീ എങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, എന്തു ചെയ്യും എന്നുള്ളതായി. അയാൾ തിരിച്ചിറങ്ങി ഇപ്പുറത്തേക്ക് തന്നെ വരുന്നു. അപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. 2 പേരിങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഒരു കൃഷിക്കാരൻ അയാളുടെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് നടന്നു വരുന്നത്. അയാൾ ആ തോടിൻ്റെ വീതി കുറഞ്ഞ ഭാഗം അപ്പുറത്തേക്ക് കടന്ന് കൈ നീട്ടി ആ സ്ത്രീയെ പിടിച്ചിട്ടുണ്ട്.
അപ്പോഴാണ് എനിക്ക് ഇതാവായിരുന്നു. അപ്പോഴാണ് ഈ ഓർമ്മ വരുന്നത്. അതിലിങ്ങനെ വെട്ടിയായിട്ട് നിന്ന് ചുറ്റും നോക്കുമ്പോൾ ഒരു കുടിലിൻ്റെ ഉമ്മറത്തൊരു ചെക്കൻ 10-12 വയസ്സായ ചെക്കൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എത്ര നിർവികാരം ഈ പുതുതലമുറ എന്നാണ് വൈദ്യപ്പള്ളി ചോദിക്കുന്നത്. ആ ബന്ധത്തെ പറ്റിയാണ് ഇവിടെയും പറഞ്ഞത്. ദൂരങ്ങൾ ഉൾക്കൊണ്ട് മുന്നിൽ കിടക്കവേ കാലുകൾ ചുറ്റിപ്പിടിച്ച് ആഞ്ഞു വിഴുങ്ങുമൊരു പുഴ നമ്മൾ കട പോലെ ഇറങ്ങിക്കടന്നതും നമ്മൾ തന്നെ അറിയാത്ത കാൽച്ചവിട്ടേറ്റ് ഞെരിഞ്ഞ തൃണാവർത്ത ദേഹം പുലരിയിൽ വഴിവക്കിൽ മലപോൽ കിടന്നതും ഏതാണ്ടൊരോർമ്മ വരുന്നുവോ. ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിരയെത്തും കടന്നു പോവും ഈ വഴി. നാം ഈ ജനലിലൂടെ എതിരേൽക്കും ഇപ്പോൾ ഓർമ്മകൾ ഒഴിഞ്ഞ കാലം തളർന്നൊട്ടു വിറയാർന്ന കൈകളിൽ ഏന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. കാലമിനിയും ഉരുളും. വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി, അരികത്ത് ചേർന്ന് നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്കുക നാം. പഴയ മന്ത്രം നമ്പൂരിയുടെ വേളി സമയത്ത് ഗൃണാമിനെ സൗഭാഗ്യത്വായ എന്ന് തുടങ്ങുന്ന ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടി ഞാൻ നിൻ്റെ വലങ്കൈ എൻ്റെ വലങ്കൈ കൊണ്ട് പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രമാണ് പഴയൊരു മന്ത്രം സ്മരിക്ക നാം അന്യോന്യം ഉറുതുപടികളായി നിൽക്കാം. ആ സഫലമീ യാത്ര എന്ന്